അയാൾ മരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പറയുന്നത് ആ യക്ഷിയാണ്. യക്ഷി എന്ന് പറഞ്ഞാൽ സാറിന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ബസ്സിൽ ഒരു യുവാവ് തന്നെ സ്പർശിച്ചു എന്ന് പറഞ്ഞ് പരാതി പോലും കൊടുക്കാതെ റീച്ചിന് വേണ്ടി നാട് മുഴുവൻ പ്രചരിപ്പിച്ച് അച്ഛൻ്റെ അമ്മയുടെ ഏക മകനെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയച്ച ഒരു കൊടും ക്രിമിനൽ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഇവൾക്കെതിരെ സ്ത്രീകൾ തന്നെ രംഗത്തെത്തുകയാണ്. ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഇവളെ ഇനി വച്ചുകൊണ്ടിരിക്കരുത്, ഇവൾക്കെതിരെ നിയമ നടപടി വേണം. ആ അച്ഛനും അമ്മയും ഒറ്റയ്ക്കാക്കിയ ഇവളെ ഇനി വെറുതെ വിടരുത്, ഇവളെപ്പോലുള്ളവർ പുറത്തിറങ്ങിയാൽ ഇനിയും ഒരുപാട് പേർ ഇതുപോലെ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നൊക്കെയാണ് സ്ത്രീകളാണ് പറയുന്നത്. ഇവളെപ്പോലെ തട്ടമിട്ട സ്ത്രീകൾ തന്നെയാണ് പറയുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പലരും എടുത്തു പറയുന്നത്, നാളെ ഇനി ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞാൽ ആരും തിരിഞ്ഞു പോലും നോക്കില്ല. കാരണം റീച്ചിന് വേണ്ടി പെണ്ണുങ്ങൾ പറയുകയാണ്, അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം വേറെയാണെന്നൊക്കെ വിചാരിച്ച് ഇത്തരത്തിൽ എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായാൽ അതുപോലും പറഞ്ഞാൽ പ്രതികരിക്കാൻ അല്ലെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കാൻ ആരും ഉണ്ടാകില്ല എന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇവളെയൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇതിനകത്ത് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ കുൽസിതങ്ങളുടെ ഒരു, അല്ലെങ്കിൽ അതിനെത്രത്തോളം ആൾക്കാർ തൽപരരാകുന്നു എന്നുള്ളതിൻ്റെ കാര്യമേത്. രണ്ടാമത് സെലിബ്രിറ്റി ആവുന്നതിന് വേണ്ടി സ്വയം തീരുമാനമെടുത്തിട്ടുള്ള ഒരു രീതി എന്ന് വെച്ചാൽ നമുക്ക് സെലിബ്രിറ്റി ആവാൻ പാടുന്നില്ല സാർ. രാവിലെ മിക്കവാറുള്ള ആൾക്കാരുടെ ഒരു വൈകല്യം തന്നെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ്, ഇതിനകത്ത് ഫോട്ടോസ് ഇടുക, അല്ലെങ്കിൽ ഇങ്ങനെ സ്ത്രീകൾ കണ്ടില്ല ഒരു ഫോട്ടോ ഇടുന്നു ഇത്ര ലൈക്ക് കിട്ടുന്നു. ഇതിപ്പം ഇതിനകത്ത് അതൊക്കെ പോയിട്ട് അതിനപ്പുറം ഒരു റേഞ്ച് ഉണ്ടല്ലോ, ആ റേഞ്ചിനപ്പുറത്തേക്ക് വരുന്നതിന് വേണ്ടി എന്തും കാണിക്കാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരു മാനസിക വൈകല്യം. അതിന് ഇപ്പം ഒരു പക്ഷേ ഈ സ്ത്രീ, ഇപ്പം ഈ കേസിനപ്പുറം പല കേസുകളും ഉണ്ടല്ലോ. സ്ത്രീകൾ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് ഒരു കേസുണ്ടായി, അതായത് ആണുങ്ങൾ ഉപദ്രവിക്കുന്നത് മൊബൈലിൽ പകർത്തിയിട്ട് ഇത് കണ്ടോ എന്നുള്ളതാണല്ലോ ഇതിനകത്തെ പ്രശ്നം. അപ്പോൾ ഇതിനകത്ത് ആ വീഡിയോ കണ്ടതിനകത്തു നിന്ന് എനിക്ക് മനസ്സിലായത്, ഇതിനകത്ത് വണ്ടിക്കകത്ത് തിരക്കുണ്ട്, അയാൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്, അയാളുടെ കൈ ഇവരുടെ മാറിടത്തിൽ സ്പർശിക്കുന്നതായിട്ട്. പക്ഷേ ഈ മാറിടത്തിൽ സ്പർശിക്കുന്നതിനകത്ത് കാണിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഉറപ്പുവരുത്തുന്നതിനും അത് ശരിയായ രീതിയിൽ നടപ്പാക്കുന്നതിനും വേണ്ടി ഇവർ ശ്രമിക്കുന്നുണ്ട്. അതായത് അയാൾ അറിയാതാണോ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇവരതിനെ അനുവദിച്ചു കൊടുത്തിട്ട് അയാൾ അത് ചെയ്തതാണോ, ഏതായാലും അതിനു വേണ്ടി വീഡിയോ എടുക്കുന്നതിന് വേണ്ടി എന്താണ് ഇയാളിത് കാണിക്കുന്നത് ശരിയാണോ എന്ന് കാണിക്കുന്നതിന് വേണ്ടി അവരിതിനെ അനുവദിച്ചു കൊടുക്കുന്നതായിട്ട് ആ വീഡിയോയ്ക്ക് അതും നമുക്ക് മനസ്സിലാകുന്നു. അതായത് ഈ യക്ഷി എന്ന് പറയുന്ന വാക്ക് വളരെ കൃത്യമാണ്. കാരണം ഇവർക്ക് 2.4 മില്യൺ ആൾക്കാരുടെ അല്ലെങ്കിൽ കാണാൻ വേണ്ടി ഇവളുടെ മുഖം ലോകത്തുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി വേറെ ഒരു എന്തും നീചമായ പ്രവൃത്തി. സാറ് ഇപ്പം ഇതിന് ചർച്ചയ്ക്ക് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ ഇത് മൊത്തം ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഇത് ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിനെതിരെ ആ കുട്ടിക്കെതിരെ വന്നേക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ ഫേസ്ബുക്കിലായാലും മറ്റിടത്തായാലും അതിനെതിരെ വന്നേക്കുന്ന മൊത്തം തട്ടവിട്ട ആൾക്കാർ, ഇവളെ മര്യാദകളാണ്, ഇവളെ വെച്ചേക്കരുത്, ഇവളെ ശിക്ഷിക്കണം എന്നുള്ള രീതിയിലേക്ക്. മാത്രമല്ല സാറേ, വളരെ ഇന്നത്തെ നമ്മളിപ്പോൾ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു കുഞ്ഞു മാത്രമാണ് ഉള്ളത്, തന്തയും തള്ളയും പ്രായമായത്. അച്ഛനെയും അമ്മയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, ഒരു 70 വയസ്സ് കാണും. കാരണം അതിനോട് ഒരു 5 വയസ്സുകൂടെ കുറവുള്ള ഒരു തള്ളയും. ഇവരെ ഇനി ആകപ്പാടെ ഇവരുടെ അത്താണി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ, നമ്മൾ കെട്ടിയിട്ടിരിക്കുന്ന ഒരു പട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ ആളില്ലെങ്കിൽ അവിടെ കിടന്ന് മരിച്ചു പോകുന്നത് പോലുള്ള അവസ്ഥയുള്ള 2 പ്രായമായ മാതാപിതാക്കളെ അനാഥമാക്കിയിട്ട് ഈ ഒരു മരണത്തോടുകൂടി അനാഥമായി പോവാണ്. അവനൊരു പക്ഷേ അവൻ ആ 2 അച്ഛൻ്റെ അമ്മയുടെ മുഖം ഒന്ന് ആലോചിച്ചാൽ പോലും ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. പക്ഷേ അത്രയ്ക്കൊന്നും ആലോചിക്കാനോ, അല്ലെങ്കിൽ അവന് നാളെക്കാലത്ത് വരുന്നൊരു മാനഹാനി, അല്ലെങ്കിൽ അവൻ ഇതുവരെ ഉണ്ടാക്കിയെടുത്തിരുന്ന, അതായത് സാർ മുമ്പേ പറഞ്ഞ ധൈര്യക്കുറവ്, ഏതായാലും നമുക്ക് കരള അലിയിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. സാധാരണ ഉള്ള ആർക്കും ഇത് സഹിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. ഈ പറയുന്ന താടകയ്ക്ക് അല്ലെങ്കിൽ യക്ഷിക്ക് ഇതെങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല. ഏതായാലും ഇങ്ങനെയൊന്നും ആരും ചെയ്യരുത്. മാത്രവുമല്ല, ഇതിനകത്ത് വേറെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, എപ്പോഴും ഒരു റോഡിലായാലും ബസ്സിനകത്തായാലും എവിടെയായാലും ഒരു സ്ത്രീക്ക് ഒരു കുഴപ്പമുണ്ടെന്ന് അവരൊന്ന് പറഞ്ഞാൽ ഓടിക്കൂടുന്ന സമൂഹമുണ്ട്. ഇനിയും ഇതുപോലുള്ള താടകമാർ കാരണം ഒരു സാധാരണ ശുദ്ധഗതിക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ, ഗോവിന്ദച്ചാമിയുടെ മാനസികാവസ്ഥയുള്ളവനും അല്ലെങ്കിൽ മറ്റ് ഉപദ്രവിക്കാൻ മാനസികാവസ്ഥയുള്ള ആൾക്കാർ ഉപദ്രവിച്ചാൽ ഇതെല്ലാം ഇതിൻ്റെ കെയർ ഓഫിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലൊന്നും പരിഗണിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് ശരി തെറ്റുകളെ അവിടെ വെച്ച് അന്വേഷിക്കുകയും ഈ നമ്മൾ സഹായിക്കേണ്ട ഒരു വ്യക്തിക്ക് വേണ്ട സഹായം കിട്ടാത്ത രീതിയിലേക്കും കാര്യങ്ങൾ പോകുമോ അല്ലെങ്കിൽ പോകുന്നോ എന്ന് പോലും വിചാരിക്കേണ്ടി വരും. അല്ല, അതാണ് എൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായപ്പോൾ ഏറ്റവും പെട്ടെന്നുണ്ടാകാൻ പോകുന്ന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി സ്ത്രീകൾക്കെതിരെ ഈ ബസ്സിലും പൊതുസ്ഥലത്തുമൊക്കെ വളരെ നീചമായ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളുണ്ടാവും.
ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജെനുവിനായിട്ടുള്ള ഇപ്പം വളരെ ഈ മോഡേണായിട്ട് ഇപ്പം വേഷമൊക്കെ ധരിച്ച് ഭയങ്കര ദാർഷ്ട്യത്തിൽ നടക്കുന്ന പെൺകുട്ടികളുടെ അടുത്തൊന്നും ആരും എടുക്കത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് മിനിമം വസ്ത്രം ഉപയോഗിച്ച് നടക്കുന്ന പെൺകുട്ടികളുടെ അടുത്ത് പോലും ഇവർ ഭയങ്കര ധൈര്യമുള്ളവരാണെന്ന രീതിയിൽ അടുക്കത്തില്ല. കാരണം ഈ ഭീതിയുള്ളവരും ഉള്ളിൽ വിശ്വാസം ഇല്ലാത്തവനുമാണ് ഈ സ്ത്രീകളെ തോണ്ടാനും ചൊറിയാനും ഒക്കെ പോകുന്നത്. അത് സ്വയം ബഹുമാനമില്ലാത്തതിൻ്റെ, തനിക്കൊരു സ്വയം മതിപ്പില്ലാത്തവരുടെ ഒരു പ്രകടനമാണത്. കാരണം ഈ തനിക്ക് അർഹതയില്ലാത്തതാണ് മനുഷ്യൻ എപ്പോഴും പിടിച്ചു വാങ്ങുന്നത്, അല്ലേ? അർഹതയുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് എനിക്ക് യോഗ്യനാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ വേണമെങ്കിൽ എൻ്റെ അടുത്ത് വരും എന്നൊരു വിശ്വാസമുള്ളവന് ഒരിക്കലും അങ്ങോട്ട് പോയി തോണ്ടാൻ നിൽക്കത്തില്ല. അപ്പോൾ ഈ തോണ്ടാൻ നിൽക്കുന്നവരെപ്പോഴും ഈ ആത്മവിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണ്. അങ്ങനെയുള്ളവരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ വീണ്ടും ഇത്തരം ഈ രഹസ്യമായ അവസരങ്ങളിൽ അല്ലെങ്കിൽ ബസ്സിൽ ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളെയൊക്കെ ആക്രമിക്കുകയൊക്കെ ചെയ്യും. അവരപ്പോൾ എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾക്ക് ഇനി തോന്നും, ഇനി ഞാൻ ഒച്ച വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എൻ്റെ നേരെ തല്ലിക്കൊള്ളു, നീ ഇനി ഒരുത്തിനെ കൊല്ലാൻ വന്നിരിക്കുകയാണോ ഓടി എന്ന് ചോദിച്ച് ആൾക്കാർ സമൂഹം തിരിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സംഭവം കൊണ്ടെത്തിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് സമൂഹം കൊടുക്കേണ്ട ഒരു പ്രൊട്ടക്ഷനുണ്ട്. ഒട്ടനവധി ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് സ്ത്രീകൾക്കെതിരെ, അത് നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അത് കൂടുതൽ ഇനി ഒരു കവചം തീർത്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെ ആക്രമിക്കാനുള്ള ഒരു അംഗീകാരം കൂടി കിട്ടി. കാരണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇനി പറഞ്ഞാൽ ഞാൻ വെറുതെ നിന്ന് തൊട്ടതൊന്നുമില്ല, ഈ സ്ത്രീ വെറുതെ കിടന്ന് വെള്ളം വെക്കുകയാണ്, ഇനി കഴിഞ്ഞ മറ്റേ ആ ദീപകിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാനുള്ള ശ്രമമാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സമൂഹം തിരിയും. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് മാറും. പിന്നെ ഇതിനകത്ത് 2-3 കാര്യങ്ങളൂടെ നമ്മൾ അതിനകത്ത് കാണേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ നേരത്തെ പറയുകയുണ്ടായി, ഈ പെൺകുട്ടിക്കെതിരെ അല്ലെങ്കിൽ യുവതിക്കെതിരെ ഈ സോഷ്യൽ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വന്ന സ്ത്രീകൾ മുഴുവൻ മുസ്ലിം വനിതകളാണ്. ഈ ചെയ്തതും ഒരു മുസ്ലിം വനിതയാണ്. അതെനിക്ക് തോന്നുന്നു കേരളത്തിലെ അതൊരു നല്ല ചില ലക്ഷണങ്ങൾ കൊടുക്കും. കാര്യം എന്താ അറിയോ, ഈ മരിച്ച വ്യക്തി ദീപക്, അയാളൊരു ഹിന്ദു യുവാവാണ്. പക്ഷേ ഈ വൃത്തികേട് ചെയ്തതിൻ്റെ എന്നുള്ളൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ പയ്യൻ മരിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഈ സ്ത്രീകൾ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് കാണിക്കുന്നത് അത് ഈ ജാതിക്കും മതത്തിനും അപ്പുറത്തേക്ക് മനുഷ്യത്വപരമായ ചില മൂല്യങ്ങൾ മലയാളിയിലുണ്ട്. അതിന് ജാതിയും മതം ഒന്നും പ്രശ്നമല്ല. കാരണം ഇവിടെ അതല്ലായിരുന്നെങ്കിൽ ഈ മുസ്ലിം യുവതികളൊന്നും ഈ സ്ത്രീക്കെതിരെ ഇറങ്ങി പറയത്തില്ല. യുവതികൾ കേരളത്തിലെ ആണുങ്ങളധികം വന്നിട്ടില്ല, മനസ്സിലായില്ലേ? അതെന്താ വെച്ചാൽ ആണുങ്ങളുടെ ലെവലൊരു രാഷ്ട്രീയമായ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇനിയിപ്പോൾ ഉദാഹരണത്തിന് മുസ്ലിം യുവതിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാകുമോ, മറ്റൊരു മുതലെടുക്കുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഈ ഒട്ടും ആലോചിക്കാതെ തന്നെ ഈ മുസ്ലിം സ്ത്രീകൾ മുഴുവൻ പോസ്റ്റ് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കണ്ടാൽ അറിയാം വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തിരിക്കുന്ന സംഗതിയാണ്. അതെല്ലാം കാണിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു സ്ത്രീകളുടെ മനസ്സിൻ്റെ, അത് ജാതിക്കും മതത്തിനൊക്കെ അപ്പുറത്താണ്, ആ സ്ത്രീകളുടെ ഒരു മനസ്സിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു നന്മയുടെ ഒരു പ്രകടനം തന്നെയാണ് എന്ന് നമുക്ക് അതിനെ കാണേണ്ട സംഗതിയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ ദീപക് ചെയ്ത സംഗതി അതും ചില സൂചനകൾ നൽകുകയാണ് ചെയ്യുന്നത്. കേരളത്തിലെ യുവാക്കന്മാരുടെ ഇടയിലുണ്ടാകുന്ന ധൈര്യമില്ലായ്മ, ഭീതി, ആത്മഹത്യ. അയാളൊന്ന് ആലോചിച്ച് നോക്കൂ, അയാളുടെ അച്ഛന് 70 വയസ്സ് മേലുണ്ടാവുമെങ്കിലേ ഉള്ളൂ, പ്രായമുള്ള മനുഷ്യനാണ്. അപ്പൊ ഈ യുവാവ് നോക്കാൻ ബാധ്യസ്ഥനാണ്. ഒരു നിമിഷം അവന്റെ അമ്മയെക്കുറിച്ചോ അച്ഛനെ കുറിച്ചിട്ടോ ചിന്തിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ അവനത് ചെയ്യില്ലായിരുന്നു. പക്ഷെ അതിന് പോലും ചിന്തിക്കാനുള്ള ശേഷിയില്ലാത്ത വിധം അവൻ്റെ മനസ്സിന് ദൗർബല്യം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ദൗർബല്യങ്ങളെ സൃഷ്ടിക്കുന്ന രീതിയിലാണ് അതിനൊക്കെ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളും ബുദ്ധിജീവികളും സാംസ്കാരിക നായകരും ഗവൺമെൻറ്റും രാഷ്ട്രീയക്കാരും എല്ലാം ഉത്തരവാദികളാണ്, മാധ്യമങ്ങളും എല്ലാം. അപ്പോൾ ആ രീതിയിൽ ഉള്ള ദുർബല മനസ്സുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ദുർബല മനസ്സുകളും ഈ പറഞ്ഞതുപോലെ ഈ നേരത്തെ ഈ പറഞ്ഞ പ്രക്രിയകളിലേക്കും പോകും. അത് സ്വയം നിവൃത്തിയില്ല വരുമ്പോഴാണ് ചിലർ ആത്മഹത്യയിലേക്ക് പോകുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ല, ഇത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കും കൂടെ ചെയ്തതാണ് ഈ യുവതി. ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്നുമില്ലെങ്കിൽ എത്രയോ വഴികളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ ഇവരിത് ഈ വീഡിയോ തന്നെ ശരിയാണോ അല്ലയോ എന്നുള്ളതിൽ ഒരു സംശയം ഇനിയും തീർക്കേണ്ടതുണ്ട്, നമ്പർ 1. നമ്പർ 2, ഇവരിത് ഷൂട്ട് ചെയ്യുകയാണെന്നുള്ളത് ഉറപ്പാണ്, ഷൂട്ട് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഷൂട്ട് ചെയ്യുന്ന സംഗതി എന്ത് ലക്ഷ്യത്തിനാണോ ഷൂട്ട് ചെയ്യുന്നത് ആ ലക്ഷ്യം ഗംഭീരമാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പോൾ ഒന്നുകിൽ ഈ സ്ത്രീ അത് അഭിനയിച്ചു, ആ രംഗം അഭിനയിച്ചു, അതല്ല എങ്കിൽ
ഇത് യാഥാർത്ഥ്യമാണോ അത് നമുക്കറിയില്ല. രണ്ടായാലും ഈ സ്ത്രീ ഇത് ഷൂട്ട് ചെയ്തിട്ട് അവർ ലക്ഷ്യം നിർവഹിച്ചു എന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിലിട്ടു. 3 ദശലക്ഷമാണ്, അതെ 3 മില്യൺ വ്യൂസിലേക്ക്, 30 ലക്ഷം ആൾക്കാരിലേക്ക്. അപ്പൊ ലക്ഷ്യപ്രാപ്തി നേടി. അപ്പൊ ഒരുത്തനെ കൊന്നെങ്കിലും അവള് വിചാരിച്ച കാര്യം നേടി. അത് അങ്ങനെ നമ്മൾ പറയുന്നത് ശരിയല്ല. കാര്യം അയാളുടെ ദൗർബല്യമാണ്. ദീപകിന്റെ ദുർബലമായ മനസ്സാണ് അയാൾ ആത്മഹത്യയിലേക്ക് നയിച്ചത്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഇവിടെ നടക്കുന്ന ചില സംഗതികൾ. നമ്മൾ അതിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ ഈ കേരളത്തിലെ ആണുങ്ങളോടെ നിൽക്കുന്നു, ആൺ പെൺ ബന്ധം ഇവിടെ നിൽക്കുന്നു, ആണുങ്ങളുടെ മനസ്സോടെ നിൽക്കുന്നു എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ പറ്റുക. അപ്പം ഈ ഭീതിയെ ഇപ്പം യക്ഷി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വിയോജിപ്പുണ്ട്. കാര്യം എൻ്റെ അറിവിൽ ഇതുവരെ യക്ഷികളാരും ആരെയും കൊന്നതായിട്ട് എനിക്ക് അറിയില്ല. ചോര കുടിച്ച. പിന്നെ യക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു അർത്ഥമുണ്ട്. അതിന്റെ യഥാർത്ഥ അർത്ഥം സുന്ദരി എന്നാണ്. അയ്യോ, അപ്പൊ സോറി, ഞാൻ ആ വാക്ക് പിൻവലിച്ചു. ഇവളുടെ കാര്യത്തിൽ താടക, അത് മതി. ആ താടക, അത് പിന്നെ ഇതുപോലത്തെ താടകമാർ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ശരി.